ഈ കമൻ്റ് ഇട്ട ആള് ചേച്ചിയാണോ അനിയത്തിയാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ആരായാലും എനിക്ക് പ്രിയപ്പെട്ടവളാണ്. കാരണം ഒരു സംശയമില്ലാതെ പറയാം, തോറ്റുകൊടുക്കാൻ സൗകര്യമില്ല എന്ന് തീരുമാനിച്ച ആ നിമിഷം, അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനം. ശരിക്കും ജീവിതം അവസാനിപ്പിക്കണം എന്നൊരു ചിന്ത വരണത് ജീവിതത്തോടുള്ള വെറുപ്പ് കൊണ്ടല്ല, ഇപ്പം അനുഭവിക്കുന്ന വേദന അവസാനിപ്പിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ്. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. വേദന ഇല്ലാതാക്കാൻ ജീവിതമല്ല അവസാനിപ്പിക്കേണ്ടത്, സാഹചര്യങ്ങളാണ് മാറ്റേണ്ടത്. തോറ്റുകൊടുക്കാൻ ഒരു നിമിഷം മതി. പക്ഷേ എന്ത് തന്നെ സംഭവിച്ചാലും, എത്ര വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും തോൽക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറയണതാണ് ഹീറോയിസം. ഇതുപോലുള്ള സാഹചര്യത്തിൽ കൂടി കടന്നു പോണ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇങ്ങനെയൊരു തോന്നൽ ഉണ്ടാവാൻ മാത്രം എന്താണ് നിങ്ങളെ തളർത്തിയത്? സാമ്പത്തിക ബുദ്ധിമുട്ടാണോ? പ്രിയപ്പെട്ടവർ വിട്ടിട്ട് പോയതാണോ? ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പരാജയങ്ങളാണോ? എന്താണ് ഇങ്ങനെയൊരു തീരുമാനത്തിൽ നിങ്ങളെ എത്തിച്ചത്? എന്ത് തന്നെയായാലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദനയും ഈ സങ്കടവും ഈ വിഷമം ഒന്നും സ്ഥിരമല്ല. ഇതും കടന്നു പോകും. മാനസികമായും ശാരീരികമായും തളർന്നു പോകുന്ന അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതിനെ അതിജീവിക്കാൻ 3 വഴികളുണ്ട്. മനസ്സ് കൈവിട്ട് പോകുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട വിശ്വസ്തരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളത് അവരോട് തുറന്നു പറയാം. കുക്കറും മനസ്സും ഏകദേശം ഒരുപോലെയാണ്. കാരണം കുക്കറിനുള്ളിലുള്ള പ്രഷർ പോയില്ലെങ്കിൽ കുക്കർ പൊട്ടിത്തെറിക്കും. അതുപോലെ തന്നെയാണ് മനസ്സും. നമ്മൾ ആരോടും പറയാതെ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഉള്ളിലിങ്ങനെ അടക്കി വയ്ക്കുമ്പോൾ അത് നമ്മളെ ശ്വാസം മുട്ടിക്കും. പക്ഷേ ഉള്ളു തുറന്ന് ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റിയ മഴ പെയ്ത് തോർന്ന ആകാശം പോലെ മനസ്സ് തെളിയും. എന്ന് വെച്ച് കാണുന്ന ആരോടെങ്കിലും പോയി മനസ്സിലുള്ളത് മുഴുവൻ തുറന്ന് പറയരുത്. നിങ്ങൾ ജഡ്ജ് ചെയ്യാത്ത, നിങ്ങളെ ഉപദേശിച്ച് ശ്വാസം മുട്ടിക്കാത്ത, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം അയാൾ. അയാളൊരു പക്ഷേ ഒരു സുഹൃത്താവാം, അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിരിക്കാം. ഇനിയിപ്പോൾ അങ്ങനെ തുറന്ന് പറയാൻ ഒരാളില്ല എന്നാണെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ഒരു കൗൺസിലറെ കണ്ട് സംസാരിക്കാം. അതിനിപ്പോൾ മടിയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പനിയും ചുമയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാറില്ലേ? അങ്ങനെ കരുതിയാൽ മതി. അതിൽ കൂടുതൽ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട. ഇനിയിപ്പോൾ ഇതിനൊന്നും പറ്റാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡയറി എടുത്തിട്ട് എഴുതുക. അതിപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ത് തന്നെയായാലും ശരി, സങ്കടമായാലും ദേഷ്യമായാലും നിരാശയായാലും ഡയറിയിൽ എഴുതുക. മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാനുള്ള നല്ലൊരു തെറാപ്പിയാണ് ഇത്. ചില ആൾക്കാരുണ്ട്, എത്ര വിശ്വസ്തരും അടുപ്പുള്ളവരും കൂടിയുണ്ടെങ്കിലും ശരി, അവരോടൊന്നും ഒന്നും പറയാതെ എല്ലാം മനസ്സിലടക്കി പിടിച്ച് ഇരിക്കുന്ന ആൾക്കാർ. നമ്മുടെ മനസ്സിലുള്ളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക എന്നുള്ളത് അത്രയ്ക്ക് എളുപ്പമുള്ളൊരു കാര്യമല്ല, അതെനിക്കറിയാം. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ, മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നമ്മളിൽ പലർക്കും ഉള്ളൂ. മൗനം ഒരു പരിധി വരെ അപകടമാണ്. മനസ്സിലെ ഇരുട്ട് മാറി അവിടേക്ക് വെളിച്ചം വരണമെങ്കിൽ നമ്മൾ മനസ്സ് തുറന്ന് സംസാരിച്ചേ മതിയാവൂ. എക്സാമിന് തോറ്റു, ബ്രേക്കപ്പായി, സാമ്പത്തികമായി തകർന്നു, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ആ സമയത്ത് ലോകം തന്നെ അവസാനിച്ചു എന്ന് നമുക്ക് തോന്നും. അങ്ങനെയുള്ള സമയത്ത് എടുക്കുന്ന ഒരു തീരുമാനം അതൊരു പക്ഷേ നിങ്ങളെ തന്നെ ഇല്ലാതാക്കും. ഒരു 5 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊന്നും അത്ര വലിയ സംഭവമായിരുന്നില്ലേ എന്ന് തോന്നും. പക്ഷേ അങ്ങനെ തോന്നാനായിട്ട് നിങ്ങൾ ജീവനോടെ ഉണ്ടാവണം. മനസ്സ് കൈവിട്ട് പോകുന്നു എന്ന് തോന്നുന്ന ആ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യുക. ഞാനിപ്പോൾ ഒരു തീരുമാനവും എടുക്കുന്നില്ല, 24 മണിക്കൂറിന് ശേഷം മാത്രമേ ഞാനിതിനെക്കുറിച്ച് ചിന്തിക്കൂ എന്ന്. ആ ഒരു രാത്രി കടന്നു പോട്ടെ, അതിനുള്ള സമയം മനസ്സിന് കൊടുക്കുക. ഉറക്കം നല്ലൊരു മരുന്നാണ്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മനസ്സ് കുറച്ചുകൂടെ ഒന്ന് ശാന്തമാവും. കാര്യങ്ങളെ മറ്റൊരു കോണിലൂടെ കാണാനും പറ്റും.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കും എന്ന് പ്രവചിക്കാൻ ആർക്കും കഴിയില്ല. ഇന്ന് നിങ്ങളുടെ മുന്നിൽ അടഞ്ഞു കിടക്കണ വാതിൽ നാളെ തുറന്നേക്കാം. നിങ്ങളെ തേടി ഒരു ഫോൺ കോൾ, അല്ലെങ്കിൽ ഒരു സഹായം, അല്ലെങ്കിൽ പുതിയൊരു വഴി ഉണ്ടാകാം. പക്ഷേ ആ നാളെ കാണാനുള്ള അവസരം നിങ്ങളില്ലാതാക്കരുത്. ഒരു നിമിഷത്തെ വിവേകമില്ലായ്മയ്ക്ക് മുന്നിൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തരുത്. മനസ്സ് തകർന്നിരിക്കുമ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കും എന്ന് ചിന്തിക്കുക. അല്ലാതെ 5-10 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല ചിന്തിക്കേണ്ടത്. മനസ്സ് തളരുമ്പോൾ നമ്മൾ ആദ്യം ഒഴിവാക്കണത് ഭക്ഷണമായിരിക്കും. വിശന്നിരിക്കുമ്പോൾ സങ്കടം അധികവും. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണതും കുളിച്ച് ഫ്രഷ് ആവണതും നമ്മുടെ മനസ്സിനെ കാമാക്കാനും നമ്മുടെ ചിന്തകളെ മാറ്റം വരുത്താനും നമ്മളെ സഹായിക്കും. മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിടുക. മനസ്സിന് പോസിറ്റീവ് എനർജി തരണ പാട്ടുകൾ കേൾക്കുക. അടച്ചിട്ട മുറിയിൽ ഇങ്ങനെ ഇരിക്കാതെ കാറ്റൊക്കെ കൊണ്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കുക. ഒറ്റ ദിവസം കൊണ്ട് ജീവിതത്തിൽ മൊത്തം മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ഇന്നത്തെ ഒരു ദിവസം മാത്രം മാറ്റി നോക്ക്. അങ്ങനെ പടിപടിയായിട്ട് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാം. മടുത്തിരിക്കുമ്പോൾ, എല്ലാം അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ എഴുന്നേറ്റ് പോയി ഒന്ന് മുഖം കഴുകുക, ഒരു ചായ കുടിക്കുക, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുക. ആ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു മനസ്സമാധാനമുണ്ട്. അതാണ് ജീവിതം. ഒരു നേരം നിങ്ങൾക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പാട്ട് കേട്ട് നിങ്ങളൊന്ന് പുഞ്ചിരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചു. കരയരുത്, തളരരുത് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കാരണം ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബലഹീനതകളാണ്. കരച്ചിൽ വന്നാൽ ഒരു മടിയും വിചാരിക്കാതെ മതിയാവുന്നത് വരെ കരയണം. അത് നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കേ ഉള്ളൂ. ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോൾ നമ്മളെ വീഴ്ത്തും, ചിലപ്പോൾ നമ്മളെ തളർത്തും. തളർന്നാലും വീണാലും വീണ്ടും എഴുന്നേൽക്കണം. കാരണം നമുക്ക് ഒരുപാട് ദൂരം പോവാനുണ്ട്, സ്വപ്നങ്ങൾ ഒരുപാട് കാണാനുണ്ട്. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വികാരത്തോടെയല്ല, വിവേകത്തോടെ എടുക്കാം. ഇങ്ങനൊരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.